1997 ജനുവരി 8 ജർമ്മൻ. ജ്ഞാനദളം 83. പത്മനാഭൻ, താമരനാഭി. നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളുടെ അധിപതികൾ വ്യത്യസ്ത ദേവതകളാണ്. നാഭിക്ക്, പുക്കിളിന് സൂര്യനുമായി ബന്ധമുണ്ട്. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പൊക്കിളിൽ പതിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് പ്രഭാതത്തിൽ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കേന്ദ്ര നാഡീവ്യൂഹ ഘടനയെയും കണ്ണിന്റെ ഞരമ്പുകളെയും വയറിനെയും ഉള്ളിൽ നിന്ന് വരുന്ന തോന്നലിനെയും പൊക്കിൾ അഗാധമായി സ്വാധീനിക്കുന്നു. അത് ശരീരത്തിന്റെ രണ്ടാം മസ്തിഷ്കമാണ്. സാധാരണയായി പൊക്കിളിന് ഒരു ബദാമിനേക്കാളും അല്പം മാത്രം വലിപ്പമാണുണ്ടാകുക. യോഗാനുഷ്ഠാനങ്ങൾ, ധ്യാനം, സുദർശനക്രിയ എന്നിവയിലൂടെ അത് ആപ്രിക്കോട്ടിന്റെ വലിപ്പമാകും. അപ്പോൾ അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നു. മാത്രമല്ല, അത് ശരീര പ്രവർത്തനങ്ങളെ സന്തുലിതമാക്കുന്നു. നാഭി ചുരുങ്ങുമ്പോൾ നമുക്ക് ദുഃഖവും വിഷാദവും തോന്നും. നിങ്ങളെ എല്ലാ വിധത്തിലുമുള്ള നിഷേധ വികാരങ്ങൾ സ്വാധീനിക്കുകയും ചെയ്യും. നാഭി വികസിക്കുമ്പോൾ സഹജാവബോധം ഉണരും. മനസ്സിന് തെളിച്ചവും കേന്ദ്രീകരണവും ഉണ്ടാകുന്നു. താമരപ്പൂവിന്റെ വലിപ്പമുള്ള നാഭിയുള്ള കൃഷ്ണനെ പത്മനാഭൻ എന്ന് വിളിക്കുന്നു. നിങ്ങൾ പത്മനാഭൻ ആകുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ക്രിയാത്മകരാകും. സ്രഷ്ടാവായ ബ്രഹ്മാവ് വികസിച്ച പൊക്കിളിൽ നിന്നാണ് ജന്മം കൊണ്ടത് എന്ന് പറയപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് പൊക്കിൾ ചെറുതായിരിക്കും, വയറാകട്ടെ വലുതായിക്കൊണ്ടും ഇരിക്കും. ജയ് ഗുരുദേവ്.